ശ്രീ മോഹൻലാലിന് അങ്ങനെ നോ എന്ന് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ കോള് കണ്ടാൽ എടുക്കാൻ എന്തായാലും തിരിച്ചു വിളിക്കുന്ന ഒരാളാണ് സന്തോഷ് ടി കുരുവിള. എന്താണ് ആ സൗഹൃദത്തിന്റെ പിന്നിൽ? ലാലേട്ടൻ അങ്ങനെ ഒത്തിരി പേര് നല്ലതായിട്ട് സൗഹൃദമുള്ള ആളാണല്ലോ. അതുപോലെ ഒരാളാണ് ഞാനും എൻ്റെ അവിടുത്തെ പാർട്ണറുണ്ട് ജോൺ. രണ്ടും അദ്ദേഹമായിട്ട് 2013 തൊട്ട് വളരെ അടുത്ത ബന്ധം. അദ്ദേഹമായിട്ടും ആന്റണിച്ചേട്ടനുമായിട്ടും ചേച്ചിയായിട്ടും എല്ലാം ഫാമിലിയായിട്ട് നല്ലതായിട്ട് ജെല്ലായി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതായിരിക്കും കാരണം. അല്ലു അർജുൻ്റെതാണെന്ന് പറയപ്പെടുന്ന ഒരു പ്രസ് റിലീസ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ടീമിന് കൊടുത്തിരിക്കുന്ന, അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് ടീം ലൊക്കേഷനിലുള്ള ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന കുറച്ച് നിബന്ധനകളാണ്. അതായത് അതിനകത്ത് അല്ലു അർജുൻ്റെ അടുത്ത് സംസാരിക്കാൻ വരാൻ പാടില്ല, അല്ലു അർജുൻ നിൽക്കുമ്പോൾ പോക്കറ്റിൽ കൈയിടാൻ പാടില്ല, അദ്ദേഹത്തെ സാർ എന്ന് അഭിസംബോധന ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഐക്കൺ സ്റ്റാർ എന്ന് വിളിക്കണം, അദ്ദേഹം ഉള്ളപ്പോൾ ഫോൺ എടുക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് 42 നിബന്ധനകൾ. അദ്ദേഹവുമായി 3 അടി വിട്ടേ നിൽക്കാൻ പാടുള്ളൂ. അങ്ങനെ ഇത് അല്ലു അർജുൻ്റെ ടീം നിഷേധിച്ചിട്ട് കുറിപ്പിറക്കിയിട്ടുണ്ട്. അത് മറ്റൊരു വശം. പക്ഷേ ഈ മറ്റ് തെലുങ്ക്, ഹിന്ദി ഭാഷകളിലൊക്കെയുള്ള സിനിമാ താരങ്ങളെ, സൂപ്പർ സ്റ്റാർസിനെ എടുക്കുകയാണെങ്കിൽ ഷൈൻ ടോം ചാക്കോ പറഞ്ഞിട്ടുണ്ട്, ജൂനിയർ NTRനെ കൊണ്ട് ഒരു കുപ്പി പോലും അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസ് എടുപ്പിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു സാധാരണക്കാരൻ കണക്ട് ഉണ്ടാകുന്നതെന്ന്. അപ്പം പുറത്തുള്ള സൂപ്പർ സ്റ്റാർസിനെ വെച്ച് നമ്മുടെ സൂപ്പർ സ്റ്റാർസിനെ വ്യത്യസ്തമാക്കുന്ന കാര്യം ഈ മനുഷ്യരോട് കാണിക്കുന്ന കുറച്ചുകൂടി അടുപ്പമല്ലേ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞിട്ടില്ലേ, അതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഇപ്പം ലാലേട്ടനൊക്കെ ആൾക്കാരോട് ബന്ധപ്പെടുന്നതും അവരുടെ ഓരോ പ്രശ്നങ്ങളിൽ ഇപ്പം ഞാൻ തന്നെ ചിന്തിക്കുകയാണ്. എൻ്റെ ഫാദർ വയ്യാതെ കാരിതാസ് ഹോസ്പിറ്റലിൽ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കിടക്കുമ്പോൾ എല്ലാ 1/2 മണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോൾ വിളിച്ചു ചോദിക്കും, മോനെ എങ്ങനെയുണ്ട്. ഞാൻ ഖത്തറിലാണ്. നേരം എന്നെക്കാളും കൂടുതൽ കെയർ പപ്പായിക്കാണ് കൊടുക്കുന്നത്. കാരണം പപ്പായായിട്ട് ഈ പറയുന്ന വലിയ ബന്ധങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ലാലേട്ടൻ. അത് എന്നോടൊന്നല്ല, പുള്ളിയുടെ അടുത്തുള്ള എല്ലാവരുടെയും കാര്യങ്ങളിൽ പുള്ളി അങ്ങനെയാണ്. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. തെലുങ്കിലെ ഒരു ആക്ടറും മലയാളത്തിലെ ലാലേട്ടനുമായിട്ടൊന്നും ഒരു കമ്പാരിസൺ നമുക്ക് ഇല്ല. അല്ലെങ്കിൽ തമിഴിലെ ചിലപ്പോൾ രജനി സാറ് കാണും. അതല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഒരു അപൂർവമായിട്ടുള്ള ജന്മമാണ് ലാലേട്ടൻ എന്നൊക്കെ പറയുന്നത്. അടുത്ത സുഹൃത്താണല്ലോ ആന്റണി പെരുമ്പാവൂർ. ഇപ്പൊ ഇന്ന് ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടായിരുന്നു, 50 ദിവസം കൂടിയേ ഉള്ളൂ ഇനി ദൃശ്യം 3 അദ്ദേഹത്തെ പറ്റി ദൃശ്യം 3 ചോദിക്കാറുണ്ടോ? 3യെ പറ്റി ചോദിക്കാറുണ്ടോ? അദ്ദേഹം ദൃശ്യം 3യെ പറ്റി വളരെ പോസിറ്റീവായിട്ടാണ്, കോൺഫിഡന്റ് ആയിട്ടാണ്. പിന്നെ പുള്ളി, ഞാൻ ഇന്നലെ രാവിലെ ഞാൻ പാലക്കാട് പോകുന്ന മുമ്പ് പുള്ളിയുടെ കൂടെ എനിക്ക് വലിയ ഇഷ്ടമാണ് പുള്ളിയോട് ഇരുന്ന് സംസാരിക്കുന്നത്. പുള്ളിയുടെ ഓഫീസിൽ പോകും, ഞാനും പുള്ളിയോട് ഇരുന്ന് സംസാരിക്കും. കാര്യം ഞാൻ എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുമ്പം എൻ്റെ കൂടെ ഇപ്പം നമ്മുടെ കമ്പനിയുടെ CFO ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഇതിന് മുമ്പ് വർക്ക് ചെയ്ത അക്കൗണ്ടാണ്. ഇവരെല്ലാം പഠിക്കാൻ വിടുന്നത് ആന്റണി പെരുമ്പാവൂരിൻ്റെ ഓഫീസിലേക്കാണ്. ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, പുള്ളി ഒരു അപാര ബിസിനസ്സുകാരനാണ്. ഏതാ അവിടെ വിദ്യാഭ്യാസമോ ഒന്നും ഒരു ഇതല്ല. പുള്ളിയുടെ ചിന്തയും പുള്ളിയുടെ ഇതും വളരെ, അതുകൊണ്ട് ഞാൻ എപ്പോഴും പുള്ളിയുടെ അടുത്ത് പോകും. ഞങ്ങളുടെ അപ്പുറത്തെ ഫ്ലാറ്റിൽ താമസിക്കും. ചിലപ്പോൾ രാവിലെ ഒരു 7-7:30 ആകുമ്പോൾ ഞങ്ങളെ ബാൽക്കണി ഇരുന്ന് ചായ കുടിക്കും, വർത്താനം പറയും, ഒത്തിരി നേരം വർത്താനം പറയും. കാര്യം പുള്ളിയിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഇപ്പം അങ്ങനെ ഒരു വേറെ പ്രൊഡ്യൂസർ മലയാളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയും. എന്നുവെച്ചാൽ അതുപോലെ ഷെയർ ചെയ്യുന്നതും. പിന്നെ പുള്ളിയുടെ ഒരു വലിയൊരു ഗുണമെന്ന് പറയുന്നത്, പുള്ളി ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ആ സെറ്റ് ചെല്ലുന്ന പുള്ളിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരോടെല്ലാം പുള്ളി ഈ സിനിമയുടെ മുഴുവൻ കഥയും പറയും. ഈ കഥ പറയാൻ കാരണം എനിക്ക് തോന്നിയത്, ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പുള്ളിക്ക് കേൾക്കുകയും ചെയ്യാം. എന്തെങ്കിലും ഇന്നലെ ഞാൻ അവിടെ ചെന്നപ്പം നമ്മുടെ മോനും ലാലേട്ടനും മോളും അഭിനയിക്കുന്ന പടത്തിന്റെ കഥ മുഴുവൻ എന്നോട് വീണ്ടും പറഞ്ഞു, 2ാമത്തെ പ്രാവശ്യം പറഞ്ഞു. നേരം വേറെ ആരും അങ്ങനെ പറയത്തില്ല. തുടക്കത്തിന്റെ മുഴുവൻ കഥയും പറഞ്ഞു. നല്ല വളരെ വളരെ രസകരമായിട്ടുള്ള സബ്ജക്റ്റാണ്. നേരം നല്ല ഡയറക്ടറും അല്ലേ, നല്ല മിടുക്കനല്ലേ നമ്മുടെ ജൂഡ് ആന്റണി. ഓം ശാന്തി ആശാനയും ഒക്കെ 2018. നേരം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നതും, നമുക്ക് എവിടുന്നെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അത് പോയി പഠിച്ചിരിക്കണം. അത് പഠിക്കാൻ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഞാൻ കണ്ടിട്ട് പുള്ളി മാത്രമേ ഉള്ളൂ പ്രൊഡ്യൂസറായിട്ട്. ഇനി അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുണ്ട് നമ്മുടെ പഴയ ജൂബിലി ജോയ് തോമസ് അങ്ങനെയുള്ളത്. എന്ന് വെച്ചാൽ അവരെ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം, നല്ല സമയത്ത് സിനിമ നിർത്തിയിട്ട് പോയെന്ന് അവർ പഠിച്ചേക്കുന്നത്. അവർ നല്ലതായിട്ട് പൈസയൊക്കെ ഉണ്ടാക്കി സിനിമ പരിപാടിയൊക്കെ നിർത്തി. ഇനി ഞാൻ സിനിമയോട് വിട പറയുന്നു. അപ്പം അത് മാരുതി ഫിലിംസ്, തുമ്മിക്കുഞ്ഞേട്ടനാണേലും ജോയിച്ചാനാണേലും ഇവരെല്ലാം ആ സമയത്ത് സിനിമ നിർത്തിപ്പോയി. പക്ഷെ അതൊരു പഠിത്തമല്ല. നിർത്തിപ്പോകുന്നെന്ന് പറയുന്നത് ഒരു പഠിത്തമല്ല.
അത് കഴിഞ്ഞ് ഒത്തിരി കൊല്ലങ്ങൾക്ക് ശേഷം ഒരു സിനിമ എടുത്തുള്ളൂ കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം ആശാശരത്തിനെ കാണാതെ പോയെന്ന് പറഞ്ഞ് കാണാനില്ല എന്ന് പറഞ്ഞ അവർക്ക് ആ സിനിമ വിജയിപ്പിക്കാനൊത്തില്ല. അത് എടുത്ത എല്ലാം മലയാളത്തിലെ ആ കാലഘട്ടത്തിലെ പ്രമുഖ പ്രൊഡ്യൂസേഴ്സ്, പ്രേംകുമാർ ചേട്ടൻ, പിന്നെ ജൂബിലി ജോയ് തോമസ്, ഇവരെല്ലാം കൂടെ ചേർന്നാണ്. കാര്യം അവർക്ക് ആ ഇൻഡസ്ട്രിയോടുള്ള ഭയങ്കരമായിട്ട് അങ്ങ് ബന്ധം അങ്ങ് ഇല്ലാതായി പോയി. അതുകൊണ്ടാണ് അവരൊന്നും പഠിക്കാനുണ്ട്. പക്ഷെ ഈ ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ആളൊരു 30 കൊല്ലം ഈ എന്താ പറയുന്നത്, പിന്നെ അദ്ദേഹം ഒരു പ്രൊഡ്യൂസറായിട്ട് വന്ന എത്ര ഹിറ്റ് സിനിമകൾ ഒന്നുമില്ലാത്തടത്ത് നിന്ന് വന്നതും കൂടെ ചിന്തിച്ചോണം. അതെ, പുള്ളിയുടെ കഴിവും പുള്ളിയുടെ അധ്വാനവും പുള്ളി ലാലേട്ടനെ പോലെ അല്ല ഡിസിപ്ലിൻഡാണ് പുള്ളി പറയുന്ന സമയത്ത് ഓടിച്ചെല്ലും. ഞാൻ പറഞ്ഞത് ലാലേട്ടൻ അതിരാവിലെ സെറ്റിൽ നേരത്തെ വരുന്നൊക്കെ ഞാൻ പറഞ്ഞ പോലെ പുള്ളിയുടെ കാര്യത്തിലെല്ലാം അത് അന്നേരം അതുകൊണ്ട് അതാണ് പുള്ളിയുടെ വിജയം എന്ന് പറയുന്നത്. അല്ല, ഇപ്പൊ ഈ ദൃശ്യം 3നെ പറ്റിയിട്ട് ആളുകൾ പറയുന്നുണ്ടല്ലോ, അതായത് ഇത് റിലീസിന് മുമ്പ് ഇത് വലിയ ലാഭമാണ്, വലിയൊരു ഡീല് ക്ലോസ് ആയിട്ടുണ്ട് എന്നൊക്കെ. ഇത് സത്യാവസ്ഥയാണോ? ഇത് ആന്റണി സംസാരിക്കാറുണ്ടോ? ആയിരിക്കും. കാരണം ഞാൻ ഒരു പരിധിക്ക് അപ്പുറം ചോദിച്ചിട്ടില്ല. ദൃശ്യം 3യുടെ കാര്യത്തിൽ പുള്ളിക്ക് ഒരു ടെൻഷനും മുഖത്ത് കണ്ടിട്ടില്ല, വർത്തമാനത്തിലും കണ്ടിട്ടില്ല. എമ്പുരാന്റെ ദിവസങ്ങളിലൊക്കെ പുള്ളിയുടെ മുഖത്തെ ടെൻഷൻ ഞാൻ വളരെ കണ്ടാണ്. ഞാൻ എന്റെ വീട്ടിൽ എന്റെ ഭാര്യയോടും പിള്ളേരോടും പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് വരെ പറഞ്ഞു. കാരണം എനിക്ക് പേടിയായിരുന്നു പുള്ളിക്ക് വല്ല അറ്റാക്കും ബില്ലും വരുമോ. പിന്നെ പുള്ളിയുടെ മുഖം ഞാൻ ദൂരെ ഇരുന്നല്ലേ കാണുന്നത്, ഇവിടെ ഇന്ത്യയിൽ ഇരുന്നല്ലോ കാണുന്നത്. ഫോൺ വിളിച്ച പുള്ളി ആരുടെയും ഫോൺ എടുക്കുന്നില്ലായിരുന്നു. അന്നേരം ആ ഒരു അവസ്ഥയിലല്ല പുള്ളിയുടെ സംസാരിക്കുമ്പോൾ. പുള്ളി വളരെ കോൺഫിഡന്റ് ആണ്. പിന്നെ പ്രൊമോഷന് വലിയ പ്രാധാന്യമുണ്ട്. ഈ പ്രൊമോഷന് ആളുകൾ സഹകരിക്കാത്തതിന് ഇപ്പൊ ബി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ ഓപ്പൺ ആയിട്ട് സംസാരിച്ചിരിക്കുകയാണ്. ബിജു മേനോൻ പ്രൊമോഷൻ വരാത്തത് കാരണം ഒരു പ്രൊഡ്യൂസർക്ക് ചാനലിൽ നിന്ന് 25 ലക്ഷം രൂപ കിട്ടാനുണ്ട്. 25 ലക്ഷം രൂപ വലിയൊരു തുകയാണ്. അപ്പൊ താരങ്ങൾ ഇങ്ങനെ പ്രൊമോഷനുമായിട്ട് സഹകരിക്കാത്തത് പ്രൊഡ്യൂസർമാർക്ക് വരുത്തുന്ന നഷ്ടം, അത് ഇവർക്കുണ്ടാക്കുന്ന പ്രതിസന്ധി എത്രമാത്രം വലുതാണ്? ഞാൻ ഇന്നലെ ബി ഉണ്ണികൃഷ്ണന്റെ ആ പത്രസമ്മേളനം കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പത്രസമ്മേളനം. കാര്യങ്ങൾ ഒത്തിരി പുള്ളി തുറന്നു പറഞ്ഞു. വളരെ ഓപ്പണായിട്ട് ആരെയും പേടിക്കാത്ത രീതിയിൽ വളരെ ഓപ്പൺ. ഞാനും ഉണ്ണികൃഷ്ണനും ഒരേ സമയത്ത് കോളേജിൽ പഠിച്ച, എന്നെക്കാളും പുള്ളി പോസ്റ്റ് ഗ്രാജുവേഷനും ഞാൻ ഡിഗ്രി ആയിരുന്നു. ഞങ്ങൾ രണ്ടും ഒരേ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ആയിരുന്നു. ഞാൻ അദ്ദേഹത്തെക്കാളും ആ പ്രസ്ഥാനത്തിൽ ഞാൻ സീനിയറാണ്. എസ് എഫ് ഐയിൽ ഞാൻ പുള്ളിയേക്കാളും ഒത്തിരി സീനിയറാണ്. നേരം പക്ഷേ ഞാൻ വീണ്ടും അതിനകത്തൊരു അദ്ദേഹം പറഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് പറയേണ്ടതാണ്. ഇൻഡസ്ട്രിയിൽ പല കാര്യം പറയും. ഇന്നലെ അഭിനയിക്കാൻ വന്ന ഒരു പെൺകുട്ടി ഇന്ന് രണ്ടാമത്തെ പടത്തിൽ ചോദിച്ച പ്രതിഫലം കേട്ട് പുള്ളി ഞെട്ടി എന്ന് പറഞ്ഞു. അതൊക്കെ വളരെ നല്ലതാണ്. അത് പറയേണ്ടതായിരുന്നു. ഇന്നല്ല, പണ്ടേ പറയേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഈ ബിജു മേനോൻ എന്ന് പറയുന്ന ആക്ടർ ഗംഭീര ആക്ടറാണ്. ബിജു മേനോനെ നന്നായിട്ട് അറിയാവുന്ന ആള്. അയാളിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാവുന്ന അതേ പ്രതീക്ഷിക്കാവുള്ളൂ. ഞാൻ ആർക്കറിയാൻ ചെയ്തതാണല്ലോ. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്ത് നല്ലതായിട്ട് അദ്ദേഹം അഭിനയിച്ചു, ഒരു കുഴപ്പമില്ല. അത് കറക്റ്റ് സമയത്ത് വരുമായിരുന്നു. 1, 2, 3 ഇന്റർവ്യൂവിന് വന്നു. നമുക്ക് അതിൽ കൂടുതൽ ഞാൻ പുള്ളിയോട് ഡിമാൻഡ് ചെയ്തില്ല. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഇപ്പം നമുക്ക് അദ്ദേഹത്തെ സിനിമയിൽ കൊണ്ടുവന്നു, അദ്ദേഹത്തിന് ഇത്രേ അത് കഴിഞ്ഞ് കിട്ടത്തുള്ളൂ എന്നുള്ള ചിന്ത ആ പ്രൊഡ്യൂസർക്ക് വേണം. കാര്യം ഇത് ഇന്ന് കിളുത്ത് വന്ന ആളല്ലല്ലോ ബിജു മേനോൻ എന്നല്ല, എല്ലാവരുടെയും കാര്യത്തിൽ പറയാം. നമുക്ക് അത് എൻ്റെ ചിന്തയാണ്. ഞാനിപ്പോൾ ബിജു മേനോനെ വെച്ച് നാളെ ഒരു സിനിമ ചെയ്യേണ്ടി വന്നാൽ തീർച്ചയായിട്ടും ചെയ്യാൻ പോകും. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഈ വലുതായിട്ടൊന്നും കാര്യം ഇന്ന് വരെ ഞാൻ അദ്ദേഹം അങ്ങനെ പ്രൊമോഷന് പോയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ശരിയാണ് അല്ലേ? അന്നേരം നമ്മൾ അതേ പ്രതീക്ഷിക്കാവുള്ളൂ. അത് പ്രതീക്ഷിക്കാതെ നമ്മൾ ചാനലുകാരോട് എന്നോട് ഇന്ന് വരെ ഒരു ചാനലുകാർ ഇവർ പ്രൊമോഷന് വരാത്തതുകൊണ്ട് പൈസ വെട്ടിക്കുറയ്ക്കുന്നു ഞാൻ കേട്ടിട്ടില്ല. ഇതൊക്കെ ഇനി പുതിയ വല്ല സിസ്റ്റമാണോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല കേട്ടോ. 25 ലക്ഷം രൂപ വെട്ടിക്കുറച്ചു എന്ന് വായിച്ചു. പക്ഷെ തീർച്ചയായിട്ടും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് 100% നല്ലതാണ്. അങ്ങനെ പറയണം. അത് ബി ഉണ്ണികൃഷ്ണൻ മാത്രമല്ല, പ്രൊഡ്യൂസർ അസോസിയേഷനും പറയണം, ചേംബറും പറയണം, എല്ലാവരും പറയണം.